ഹായ് വെൽക്കം ബാക്ക് ടു എജൂബിൾസ് ലേണിംഗ്. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് വളരെ ഇൻഫർമേറ്റീവ് ആയിട്ടുള്ള ഒരു വീഡിയോ, ഒരു ഇൻഫർമേഷനാണ് നിങ്ങൾക്ക് ഷെയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഒരുപാട് രക്ഷിതാക്കൾ, വിദ്യാർത്ഥികൾ, ഒരുപാട് CUET UG ആസ്പിറൻസ് എന്നോട് പേഴ്സണലായിട്ടും കമൻറ്റ് ബോക്സിലൊക്കെ ചോദിക്കുന്ന ഒരുപാട് ഡൗട്ടുകളുണ്ട്. അഥവാ സാർ CUET എക്സാം കഴിഞ്ഞിട്ട് എന്താണ്, CUET UG എക്സാമിന് അപ്ലൈ കൊടുക്കുമ്പം എനിക്ക് വേണ്ട യൂണിവേഴ്സിറ്റിയിലൊന്നും അപ്ലൈ ചെയ്യാനാവുന്നില്ലല്ലോ, ഞാൻ എങ്ങനെ അവിടേക്ക് എക്സാം എഴുതിയിട്ട് ഓരോ യൂണിവേഴ്സിറ്റിയിൽ നിന്നും വിളിക്കുകയാണോ ചെയ്യുക, എനിക്ക് എങ്ങനെ വെറും എക്സാം എഴുതിയാൽ ഞാൻ ആ യൂണിവേഴ്സിറ്റി എന്നെ വിളിക്കുമോ, അങ്ങനെ ഒരുപാട് ആളുകൾക്ക് ഡൗട്ടാണ്. സംഭവം മൊത്തത്തിലുള്ളൊരു പ്രോസസ്സ് ആർക്കും അറിയില്ല. അതുകൊണ്ട് ഈ ഒരു ജേണി, അതായത് എക്സാം മുതൽ നിങ്ങൾ യൂണിവേഴ്സിറ്റിയിൽ എത്തുന്നവരെയുള്ള മുഴുവൻ കാര്യങ്ങളും ഞാൻ ഈ വീഡിയോയിലൊന്ന് ചുരുക്കി പറയാം. ഈ വീഡിയോ ഒരുപാട് ആളുകൾക്ക് പുതുതായിട്ട് CUET കുറിച്ച് പഠിച്ചു വരുന്നവർക്ക് ഉപകാരപ്പെടുമെന്ന് വിശ്വസിക്കുന്നു. തീർച്ചയായും നിങ്ങൾക്ക് ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അതുപോലെ തന്നെ നിങ്ങൾ ഈ വീഡിയോ കേട്ടിട്ട് എക്സാമിനെ കുറിച്ച് മനസ്സിലാക്കി എക്സാം എഴുതി സെൻട്രൽ യൂണിവേഴ്സിറ്റിയിൽ എത്തിയിട്ടും നിങ്ങൾ ഈ വീഡിയോയുടെ കമൻറ്റ് ബോക്സിൽ വന്നിട്ട് കമൻറ്റ് ചെയ്യണം, സാർ ഞാൻ സെൻട്രൽ യൂണിവേഴ്സിറ്റിയിൽ എത്തി ഈ വീഡിയോ കണ്ടിട്ട് എന്ന്. ഓക്കെ, നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഓക്കെ, നിങ്ങളിപ്പോൾ +2 പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. +2ൻ്റെ അവസാനമാണ് ഇങ്ങനെ CUET എക്സാമിനെ കുറിച്ചൊക്കെ കേൾക്കുന്നത്. ഇങ്ങനെ ഒരു എക്സാം ഉണ്ട്, ഇത് എഴുതിയാൽ സെൻട്രൽ യൂണിവേഴ്സിറ്റിയിൽ എത്താമെന്നൊക്കെ. അപ്പോൾ അതിനൊരു ഓർഡർ ഉണ്ട്. ഞാൻ ആദ്യമേ പറയാം, ഇത് അല്പം ക്ഷമയൊക്കെ വേണ്ട ഒരു പ്രോഗ്രാമാണ്, അല്ലെങ്കിൽ ക്ഷമയൊക്കെ വേണ്ട ഒരു പ്രോസസ്സാണ്. നമ്മളിതാ ഇപ്പോൾ മുതൽ നമ്മളൊരു ജൂൺ, ജൂലൈ വരെ, ഓഗസ്റ്റ് വരെ ഈ പ്രോസസ്സിൽ നമ്മൾ ഉണ്ടാവും. ആ പ്രോസസ്സിലുള്ള ഓരോ സ്റ്റെപ്പ് കാര്യങ്ങൾ ഞാൻ പറയുകയാണേ. ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത്, +2 ഇപ്പോൾ പഠിക്കും, അടുത്ത വർഷം ഞാൻ ഡിഗ്രിക്ക് ഏത് കോഴ്സ് എടുക്കണം എന്ന് നിങ്ങൾ തീരുമാനിക്കാം. ഞാൻ ഇന്ന ഒരു കോഴ്സ് എടുക്കണം, ഉദാഹരണത്തിന് BSc കെമിസ്ട്രി അല്ലെ BA പൊളിറ്റിക്കൽ സയൻസ് ഞാൻ സെൻട്രൽ യൂണിവേഴ്സിറ്റിയിൽ പഠിക്കണം എന്ന് തീരുമാനിക്കാം. അപ്പം നമുക്ക് ആദ്യം നിങ്ങളുടെ കോഴ്സ് ചൂസ് ചെയ്യുന്നു. അതിനുശേഷം ഈ BSc കെമിസ്ട്രി അല്ലെ BA പൊളിറ്റിക്കൽ സയൻസ് ഏതൊക്കെ യൂണിവേഴ്സിറ്റിയിൽ ഉണ്ട് എന്ന് CUETയുടെ വെബ്സൈറ്റിൽ കയറിയിട്ട് ചെക്ക് ചെയ്യുന്നു. അതെങ്ങനെയാണ് ചെക്ക് ചെയ്യുക എന്നത് അടുത്തൊരു വീഡിയോയിൽ പറഞ്ഞുതരാം. അങ്ങനെ ചെക്ക് ചെയ്തിട്ട് നിങ്ങൾ ആദ്യം കോഴ്സ്, ഒരു കോഴ്സ് അല്ലെങ്കിൽ 2-3 കോഴ്സുകൾ, BAയിലുള്ള പൊളിറ്റിക്സും ഹിസ്റ്ററിയും സോഷ്യോളജിയും, അല്ലെങ്കിൽ സയൻസ് ആണെങ്കിൽ കെമിസ്ട്രി, ഫിസിക്സ്, മാത്സ് ഏതെങ്കിലും ആവട്ടെ. എന്നിട്ട് അത് ഏതൊക്കെ യൂണിവേഴ്സിറ്റിയിൽ ഉണ്ട് എന്ന് നിങ്ങൾ സെർച്ച് ചെയ്യുന്നു. എന്നിട്ട് ആ യൂണിവേഴ്സിറ്റിയുടെ ഡീറ്റെയിൽസ് ഒക്കെ നിങ്ങൾ മനസ്സിലാക്കുന്നു. ഓരോ യൂണിവേഴ്സിറ്റിയിലും അവർ പറയുന്ന ഏതൊക്കെ പേപ്പേഴ്സാണ് CUET എക്സാമിന് എഴുതേണ്ടത്, നിർബന്ധമായും എഴുതണം, അവർ എലിജിബിലിറ്റി ആയിട്ട് പറയുന്ന സബ്ജക്റ്റുകൾ നിങ്ങൾ മനസ്സിലാക്കുന്നു. അങ്ങനെ നിങ്ങൾക്ക് വേണ്ട ഒരു 4 യൂണിവേഴ്സിറ്റിയിലേക്ക് എഴുതേണ്ട പേപ്പേഴ്സ് മനസ്സിലാക്കി ആ ഒരു 5 പേപ്പേഴ്സ്, നിങ്ങൾക്ക് 5 പേപ്പറേ മാക്സിമം CUETയിൽ എഴുതാൻ പറ്റുള്ളൂ. അങ്ങനെ ആദ്യം ഈ 5 പേപ്പർ തീരുമാനിച്ചിട്ടാണ് നിങ്ങൾ CUET UG എക്സാമിന് അപ്ലൈ ചെയ്യാൻ വരേണ്ടത്. അങ്ങനെ ഇനിയാണ് നമ്മൾ പ്രോസസ്സ് തുടങ്ങുന്നത്. ഈ 5 പേപ്പറിന് നിങ്ങൾ CUET UG എക്സാമിന് വന്നിട്ട് അപ്ലൈ ചെയ്യുന്നു. ഓക്കെ, ഈ 5 പേപ്പറിൽ CUET UG എക്സാം എഴുതുന്നു. ഞാൻ പറയട്ടെ, CUET UG എക്സാം നടത്തുന്നത് NTA ആണ്. NTA ഈ എക്സാം നടത്തിയിട്ട് നമ്മുടെ കയ്യിലേക്ക് ആ മാർക്കിൻ്റെ സ്കോർ കാർഡ് ഇങ്ങ് തരികയുള്ളൂ. അവർ നമ്മളെ ഈ മാർക്ക്, ഞങ്ങൾ നടത്തിയ ഒരു എക്സാമ്പിൾ, ഇന്ന കുട്ടിക്ക് ഇത്ര മാർക്ക് കിട്ടോ, ഓല എടുത്തോളി എന്ന് പോയി പറഞ്ഞിട്ട് JNUവിനോടോ ജാമിയ മില്ലിയനോടോ അങ്ങനെ ഒരു യൂണിവേഴ്സിറ്റിയോട് പോയി പറയില്ല. അവരുടെ പണി ആകെ എക്സാം നടത്തുക, അതിൻ്റെ റിസൾട്ട് പബ്ലിഷ് ചെയ്യുക, ആ റിസൾട്ട് നമുക്ക് തരിക, അതേ ഉള്ളൂ. നമ്മൾ ആദ്യം എക്സാമിന് അപ്ലൈ ചെയ്ത് എക്സാം എഴുതി നമുക്ക് ഈ 5 പേപ്പേഴ്സിൽ കിട്ടിയ മാർക്ക് നമ്മൾ ഇങ്ങോട്ട് വാങ്ങാം. എന്നിട്ട് ഇതാണ് നമ്മുടെ ക്വാളിഫിക്കേഷൻ. എന്നിട്ട് ഈ ക്വാളിഫിക്കേഷനുമായിട്ട് നമ്മൾ ഓരോ യൂണിവേഴ്സിറ്റിയിലും പോകുന്നു. എന്നിട്ട് ഓരോ യൂണിവേഴ്സിറ്റിയും അപ്ലിക്കേഷൻ വിളിക്കുമ്പോൾ ആ യൂണിവേഴ്സിറ്റിയുടെ സൈറ്റിൽ, ഞാൻ ഒരു കഥ പോലെ പറയാം കേട്ടോ. ഇതിൻ്റെ പ്രൊസീജിയർ എന്ന് വെച്ചാൽ, ഓരോ യൂണിവേഴ്സിറ്റിയും അവരുടെ സൈറ്റിൽ അപ്ലിക്കേഷൻ വിളിക്കും. അപ്പോൾ ആ സൈറ്റിൽ പോയിട്ട് നമ്മൾ അപ്ലിക്കേഷൻ കൊടുക്കുക. ആ അപ്ലിക്കേഷൻ കൊടുക്കുമ്പോൾ നമ്മൾ എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് കൊടുക്കുക? നമ്മൾ ഈ CUET എക്സാമിൽ എഴുതിയ പേപ്പേഴ്സിൻ്റെ സ്കോർ വെച്ചിട്ടാണ് അപ്ലിക്കേഷൻ കൊടുക്കുക. അങ്ങനെ അതാണ് ഇതിൻ്റെ ഒരു പ്രോസസ്സ്. അപ്പോൾ ഇതുവരെ പറഞ്ഞ കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ടാവുമല്ലോ. അപ്പോൾ എന്തിനാണ് ഞാൻ ആദ്യം പേപ്പേഴ്സ് സെലക്ട് ചെയ്യാൻ പറഞ്ഞത്? കാരണം നമ്മൾ ഒരു യൂണിവേഴ്സിറ്റിയും അവരുടെ ക്രൈറ്റീരിയ എന്താ മനസ്സിലാക്കാത്ത നമ്മൾ തോന്നുന്ന വിഷയങ്ങളിൽ പോയി CUET എക്സാം എഴുതിയിട്ട് ഈ മാർക്കും വെച്ച് അങ്ങോട്ട് ചെന്നാൽ അവർ അഡ്മിഷൻ തരില്ല. അവർ പറഞ്ഞത് നമ്മൾ CUET എക്സാമിൽ എഴുതണം, ഓരോ യൂണിവേഴ്സിറ്റിയും ക്രൈറ്റീരിയ പറഞ്ഞത്. അതാ ഞാൻ പറഞ്ഞത്, ആദ്യം നമ്മൾ കോഴ്സ് ചൂസ് ചെയ്യണം, പിന്നെ യൂണിവേഴ്സിറ്റിയുടെ സൈറ്റിൽ പോയിട്ട് അവരെ എഴുതാൻ പറയുന്ന ഏതൊക്കെ നോക്കണം, എന്നിട്ട് ആ പേപ്പർ പോയിട്ട് എഴുതണം. ഓക്കെ, അപ്പം നമ്മൾ ആ പേപ്പറുകൾ മനസ്സിലാക്കി അതിൽ CUET UG എക്സാം എഴുതി അതിൻ്റെ സ്കോർ കാർഡ് നമുക്ക് ലഭിച്ചു. ഈ സ്കോർ കാർഡ് വെച്ചിട്ട് നമ്മൾ ഓരോ യൂണിവേഴ്സിറ്റിയിലും പോയിട്ട് അപ്ലൈ ചെയ്യുന്നു. ഇപ്പോൾ ഒരുപാട് യൂണിവേഴ്സിറ്റി CUET റിസൾട്ട് വന്നാൽ എല്ലാ യൂണിവേഴ്സിറ്റികളും അപ്ലിക്കേഷൻ വിളിക്കും.
ഓക്കെ, അപ്പോൾ നമ്മൾ ഈ സ്കോർ കാർഡ് വെച്ചിട്ട് അവിടെ പോയിട്ട് അപ്ലൈ ചെയ്യുന്നു. അപ്പോൾ ഓരോ യൂണിവേഴ്സിറ്റി അപ്ലിക്കേഷൻ വിളിച്ചിട്ട് അവരൊരു റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്യും. മേ ബി അതെല്ലാ അവിടെ അപ്ലൈ ചെയ്ത മൊത്തം ആളുകളുടെ റാങ്ക് ലിസ്റ്റ് ആയേക്കാം. മേ ബി അവർക്ക് 50 സീറ്റാണ്, 50 സീറ്റിന് മാത്രം ഓരോ കോഴ്സിന്റെയും റാങ്ക് ലിസ്റ്റ് ആയിരിക്കാം, 50 ആളെ മാത്രമല്ലേ. ഫസ്റ്റ് റാങ്ക് ലിസ്റ്റ്, സെക്കൻഡ് റാങ്ക് ലിസ്റ്റ് അങ്ങനെയൊക്കെ അവർ വിളിക്കാം. എന്നിട്ട് ഇപ്പോൾ ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ ഡൽഹി യൂണിവേഴ്സിറ്റി ആണ്. ഡൽഹി യൂണിവേഴ്സിറ്റിൻ്റെത് കുറച്ച് കുറേ കോളേജുകളിലെ അലോട്ട്മെൻ്റ് ഒക്കെ ആയിട്ടാണ് വരുന്നത്. വേറൊരു യൂണിവേഴ്സിറ്റി ആണെങ്കിൽ അവരിപ്പോൾ എന്താ ചെയ്യുക, നിങ്ങൾ CUT UG എക്സാം എഴുതുന്നു, കഴിയുന്നു, നിങ്ങൾക്ക് മാർക്ക് സ്കോർ കാർഡ് കിട്ടുന്നു. ആ സ്കോർ കാർഡ് വെച്ചിട്ട് നിങ്ങൾ ആ യൂണിവേഴ്സിറ്റി പോയി അപ്ലൈ ചെയ്യുന്നു. ആ യൂണിവേഴ്സിറ്റി എന്താ ചെയ്യാന്ന് വെച്ചാൽ ആ യൂണിവേഴ്സിറ്റിയിലേക്ക് സ്കോർ കാർഡ് വെച്ച് അപ്ലൈ ചെയ്ത ആളുകളിൽ നിന്ന് മൊത്തം ആളുകൾ ലിസ്റ്റ് എടുക്കും. അതിൽ നിന്ന് അവിടുത്തെ സീറ്റിന് എത്ര ആളുകൾക്ക് ആദ്യത്തെ റാങ്കിൽ, ഇപ്പം 50 സീറ്റാണ് അവരൊരു കോഴ്സിന് കൊടുക്കുന്നെങ്കിൽ ആദ്യത്തെ 50 റാങ്കിൽ വന്ന ആളുകളെ അവിടെ റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്യും. അതിൽ സീറ്റ് മെട്രിക്സ് വരും, ജനറൽ കാറ്റഗറിക്ക് ഇന്നത് വരും, OBCക്ക് ഇന്നത് വരും, അത്ര ഒരു കാറ്റഗറി ഒക്കെ അത് വരും. ഓരോ യൂണിവേഴ്സിറ്റിയുടെ സീറ്റ് മെട്രിക്സ് നിങ്ങൾ നോക്കിയാൽ മതി. ഓക്കെ, ഇതാണ് ഒരു ഹോൾ പ്രൊസീജിയർ. അപ്പോൾ നിങ്ങൾ ഇപ്പം തുടങ്ങുകയാണ് ആ ജേണിയിലേക്ക്. ഇപ്പം നിങ്ങൾ എക്സാമിന് അപ്ലൈ ചെയ്യുന്നേ ഉള്ളൂ. അപ്പോൾ ഇപ്പോഴേ നിങ്ങളെ മനസ്സിലുണ്ടാവണം, എനിക്ക് ഏത് യൂണിവേഴ്സിറ്റിയിലൊക്കെ പോയിട്ട് അപ്ലൈ ചെയ്യാൻ, ഏത് യൂണിവേഴ്സിറ്റിയൊക്കെ എനിക്ക് പഠിക്കേണ്ടത്. അപ്പോൾ ആ യൂണിവേഴ്സിറ്റിയുടെ കോമ്പിനേഷൻ നോക്കിയിട്ട് വേണം ഇപ്പോൾ അപ്ലൈ ചെയ്ത് കൊടുക്കാൻ കോഴ്സിൻ്റെ. അപ്പോൾ അപ്ലൈ ചെയ്തിട്ട് നമുക്ക് സ്കോർ കാർഡ് കിട്ടിയാൽ നമ്മൾ ഉദ്ദേശിച്ച ആ യൂണിവേഴ്സിറ്റിയിലൊക്കെ പോയിട്ട് നമുക്ക് അപ്ലൈ ചെയ്യാനാവും. അവർ റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്യും. നമ്മൾ അതിലുണ്ടെങ്കിൽ ആദ്യം നമുക്കൊരു ഇമെയിൽ വരും. അപ്പോൾ ഇമെയിൽ നമ്മൾ ഫസ്റ്റ് അസൈൻമെൻറ്റോ മേ ബി അവർ പറയുന്ന ഒരു ഫീ അടച്ചിട്ട് അവിടെ അഡ്മിഷൻ ഉറപ്പിക്കുന്നു. പിന്നെ അവിടേക്ക് ഫിസിക്കൽ വെരിഫിക്കേഷന് പോകുന്നു, നമ്മളവിടെ കോഴ്സ് എടുക്കുന്നു. ഇങ്ങനെയാണ് നമ്മളൊരു ഡ്രീം യൂണിവേഴ്സിറ്റിയിൽ എത്തുക നമ്മൾ. ഓക്കെ, ഇതാണ് ഒരു ഹോൾ പ്രോസസ്. ഇപ്പം നിങ്ങൾക്ക് ആകെ ഒരു ഔട്ട്ലൈൻ കിട്ടിയിട്ടുണ്ടാവും. അപ്പോൾ സിമ്പിളായിട്ട് പറഞ്ഞാൽ നമുക്ക് CUT UG എക്സാം ആദ്യം എഴുതുന്നു, സ്കോർ കാർഡ് കിട്ടുന്നു. ആ സ്കോർ കാർഡ് വെച്ചിട്ട് നമുക്ക് എവിടെയൊക്കെ അപ്ലൈ ചെയ്യാൻ പറ്റും അവിടെയൊക്കെ പോയിട്ട് നമ്മൾ അപ്ലൈ ചെയ്യുന്നു. അവർ ആ യൂണിവേഴ്സിറ്റി പിന്നെ റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്യുന്നു. അങ്ങനെ നമുക്ക് അഡ്മിഷൻ ഉണ്ട്. മേ ബി ഫസ്റ്റ് ലിസ്റ്റിൽ ഉണ്ടായിരിക്കില്ല, സെക്കൻഡ് ലിസ്റ്റിൽ ഉണ്ടാവും. അവസാനം അവർ സെക്കൻഡ് ലിസ്റ്റും തേർഡ് ലിസ്റ്റും പബ്ലിഷ് ചെയ്യുന്നു. ചിലപ്പോൾ സ്പോട്ട് അഡ്മിഷനിലേക്ക് പോകും. അപ്പോൾ സ്പോട്ട് അഡ്മിഷനിൽ നമ്മൾ ഈ റാങ്ക് ലിസ്റ്റിൽ ഉണ്ടെങ്കിൽ നമ്മൾ അവിടെ പോയിട്ട് സ്പോട്ട് അഡ്മിഷനിൽ എടുക്കുക. ഇതാണ് ഒരു ഹോൾ പ്രോസസ്സ്. നമ്മളിപ്പോൾ ജനുവരി മുതൽ ഒരു ജൂൺ, ജൂലൈ, ഓഗസ്റ്റ് അതുവരെയൊക്കെ ഇതിൻ്റെ ഒരു പ്രോസസ്സ് നോക്കും, നീങ്ങും. ചില യൂണിവേഴ്സിറ്റികൾ നേരത്തെ അപ്ലിക്കേഷൻ വിളിക്കും. അപ്പോൾ നിങ്ങൾ ഇപ്പോൾ അപ്ലൈ ചെയ്യാണ്ടാവും, ഇനി യൂണിവേഴ്സിറ്റിക്കും അപ്ലൈ ചെയ്യേണ്ട. ഓരോ യൂണിവേഴ്സിറ്റിക്കും ചെറിയ ഫീസൊക്കെ ഉണ്ടാവുള്ളൂ. 250, 500 ഫീസ് വാങ്ങുന്നുണ്ട്. അപ്പം ചെറിയൊരു കാശിൻ്റെ മുടക്കും ചെറിയൊരു ക്ഷമയും കാര്യങ്ങളൊക്കെ ഉള്ളതാണ്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇനി അത്രയും മാർക്ക് ഉള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പിക്കാം അവിടെ അഡ്മിഷൻ കിട്ടും. ഇനി മാർക്കൊന്നും എനിക്ക് അത്ര സ്കോർ ചെയ്യാനാവില്ല എന്നൊക്കെ ഒരു ഡൗട്ടുള്ള ആളുകളാണെങ്കിൽ അവർ നാട്ടിൽ ഏതെങ്കിലും യൂണിവേഴ്സിറ്റിയിലൊക്കെ അഡ്മിഷൻ എടുത്ത് വെക്കുക. 2 മാസം ഉണ്ടല്ലോ നമുക്ക് അഡ്മിഷൻ ക്ലോസ് ചെയ്യുന്നവർ എപ്പോഴും വിത്ഡ്രോ ചെയ്യാലോ. നമുക്ക് അഡ്മിഷൻ എടുത്ത് വെക്കുക. എന്നിട്ട് എന്ത് ചെയ്യാം, പതിയെ CUT വഴി ഇങ്ങനെ അവിടെ നിന്നൊക്കെ റാങ്ക് ലിസ്റ്റ് നമുക്ക് അവിടെ കിട്ടിയാൽ അങ്ങോട്ട് മാറാം. ഓക്കെ, ഇതൊക്കെയാണ് ഒരു ഹോൾ പ്രോസസ്സ്. പ്ലസ് ടുക്കാരാകെ ഡൗട്ടിലായിരിക്കും. പക്ഷെങ്കിൽ നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുകയാണ്. ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. ഇനി എന്താണ് നിങ്ങൾക്ക് അറിയേണ്ടതും കൂടെ അറിയിക്കാം. അതിൻ്റെ ഡീറ്റെയിൽസും കൂടെ ഞാൻ അടുത്ത വീഡിയോയിൽ ഷെയർ ചെയ്ത് തരാം. ഇപ്പം നിങ്ങൾക്ക് സെൻട്രൽ യൂണിവേഴ്സിറ്റിയിൽ പഠിക്കണമെങ്കിൽ, നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട യൂണിവേഴ്സിറ്റിയിൽ നിങ്ങൾ പഠിക്കണമെങ്കിൽ ഇപ്പം നിങ്ങൾ CUT എക്സാമിന് നന്നായിട്ട് പ്രിപ്പയർ ചെയ്യാണ് വേണ്ടത്. അത് നിങ്ങളുടെ പ്ലസ് ടുവിൻ്റെ അതേ സിലബസ് തന്നെയാണ് വരുന്നത്. അപ്പോൾ എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ പഠിക്കുക എന്നുള്ളതാണ് വേണ്ടത്. ജനറൽ ആപ്റ്റിറ്റ്യൂഡും ഇംഗ്ലീഷുമാണ് ഒരു പ്രത്യേക ശ്രദ്ധ കൊടുക്കേണ്ടത്. അപ്പോൾ നിങ്ങൾ ഇപ്പം സീരിയസ് ആയിട്ട് പഠിക്കാൻ ഉദ്ദേശിക്കുന്നവരാണെങ്കിൽ എജ്യൂബിൾസ് ലേണിംഗ് നിങ്ങളുടെ കൂടെ ഉണ്ട്. വരുന്ന ജനുവരി 25 നമുക്ക് 3rd ബാച്ച് ആരംഭിക്കുകയാണ്. CUT UG ഹ്യൂമാനിറ്റീസ് ഉണ്ട്, കൊമേഴ്സ് ഉണ്ട്, അതുപോലെ തന്നെ സയൻസും ഉണ്ട്. പിന്നെ ജനറൽ ടെസ്റ്റ് മാത്രവും നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നമുക്ക് മികച്ച ആപ്ലിക്കേഷൻ ഉണ്ട്, സെൻട്രൽ യൂണിവേഴ്സിറ്റി അലൂമിനസും എൻട്രൻസ് എക്സാം എക്സ്പെർട്ട് ആയിട്ടുള്ള ഫാക്കൽറ്റികളുണ്ട്. ഒരുപാട് മോക്ക് ടെസ്റ്റുകൾ നമ്മുടെ ആപ്ലിക്കേഷനിലുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അതൊക്കെ ഉപകാരപ്പെടും. അങ്ങനെയൊക്കെ ചെയ്ത് നിങ്ങൾ വന്നാൽ നിങ്ങൾക്ക് നന്നായിട്ട് സ്കോർ ചെയ്യാനാവും. ഓക്കെ, ഇതാണ് ഒരു ഹോൾ ജേണി. ഞാൻ ഒരുപാട് വട്ടം പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്ക് കാര്യങ്ങൾ ക്ലിയർ ആയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഓക്കെ, താങ്ക് യു. മറ്റൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം.